സെഫന്യാവ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിനു മുമ്പ് ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിനു മുമ്പ്, യഹോവയുടെ കോപദിവസം നിങ്ങളുടെ മേൽ വരുന്നതിനു മുമ്പ് കൂടി വരുവീൻ, അതെ കൂടി വരുവീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ, അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷെ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഗസാദ് നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായിത്തീരും. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. എക്രോനു നിർമ്മൂലനാശം വരും. സമുദ്രതീരനിവാസികളായ ക്രേത്യജാതിക്കു അയ്യോ കഷ്ടം. ഫെലിസ്ത്യദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികളില്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉള്ള പുൽപ്പുറങ്ങളായിത്തീരും. തീരപ്രദേശം യഹൂദാഗ്രഹത്തിന്റെ ശേഷിപ്പിനാകും, അവർ അവിടെ മേയിക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ചു അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. മോവാബിന്റെ ധിക്കാരവും അമ്മോന്യർ എന്റെ ജനത്തെ നിന്ദിച്ചു അവരുടെ ദേശത്തിനു വിരോധമായി വമ്പു പറഞ്ഞ ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടാവിത്: എന്നാണ് മോവാബ് സോദോമെപ്പോലെയും അമ്മോന്യർ ഗൊമോറയെപ്പോലെയും തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവുമായിത്തീരും. എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവർ അവരെ കവർച്ച ചെയ്യും. എന്റെ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ അവരുടെ ദേശത്തെ അവകാശമായി പ്രാപിക്കും. ഇതു അവരുടെ അഹങ്കാര നിമിത്തം അവർക്ക് ഭവിക്കും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്ദയും വമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ. യഹോവ അവരോട് ഭയങ്കരനായിരിക്കും. അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും. ജാതികളുടെ സകല ദ്വീപുകളും അതത് സ്ഥലത്തുനിന്ന് അവനെ നമസ്കരിക്കും. നിങ്ങളോ കൂശ്യരെ, എന്റെ വാളിനാൽ നിഹിതന്മാർ. അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും. നീനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കും. അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും. അതിന്റെ പൊതികകളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപാർക്കും. കിളിവാതിൽക്കൽ പാട്ടുപാടുന്നത് കേട്ടോ. ദേവദാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കിയാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട്. ഞാനേയുള്ളൂ, ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞു നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഇതുതന്നെ. അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പിടവുമായി തീർന്നതെങ്ങനെ? അതിനരികെ കൂടി പോകുന്ന ഏവനും ചൂള കുത്തി കൈകുലുക്കും.